പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ രാജകീയ പ്രവേശനം യെരുശലേം ദേവാലയത്തിലേക്ക് കർത്താവ് കടന്നു പോകുന്നത് യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വചനഭാഗത്ത് പിറ്റേന്ന് പെരുന്നാളിന് വന്നപ്പോൾ ഒരു വലിയ പുരുഷാരം യേശു യെരുശലേമിലേക്ക് വരുന്നു എന്ന് കേട്ടിട്ട് ഈന്തപ്പനയുടെ കുരുത്തോലയെടുത്ത് കൊണ്ട് അവനെ എതിരേൽപ്പാൻ ചെന്നു. ഹോശാന, ഇസ്രായേലിന്റെ രാജാവായി കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് അവരാർത്തു. യേശുക്രിസ്തുവിന്റെ വരവ് വലിയൊരു ആഘോഷമായിട്ടായിരുന്നു യേശു കർത്താവ് പോകാൻ ഇടവന്നത്. യേശു ഒരു കഴുതക്കുട്ടിയുടെ പുറത്തു കയറിയാണ് യാത്ര ചെയ്തത്. പ്രിയമുള്ളവരെ, കഴുതയെ സ്വന്തമാക്കണമെങ്കിൽ ഒരു ആട്ടിൻകുട്ടിയെ യാഗം കഴിക്കണം. കടിഞ്ഞൂലുകൾക്ക് ഒരു ആട്ടിൻകുട്ടി യാഗമായി തീരണമെങ്കിൽ കൊല്ലുവാൻ വേണ്ടി കൊണ്ടുപോയി കെട്ടിയ കഴുതയെ ശിഷ്യഗണങ്ങൾ അഴിച്ചുകൊണ്ട് വന്ന് ആ കഴുതപ്പുറത്ത് കയറി കർത്താവായ യേശു കടന്നു പോകുമ്പോൾ റോഡിൽ മനുഷ്യന്റെ വസ്ത്രങ്ങളൊക്കെ വിരിച്ച് കുരുത്തോലകളൊക്കെ ഉയർത്തിപ്പിടിച്ച് രാജാവ് വാഴ്ത്തപ്പെട്ടവൻ, രാജാവിന് ഹോസാന എന്ന് പാടി ആർപ്പിടുന്നത് കാണാൻ നമുക്ക് കഴിയും. കർത്താവിന്റെ ഒരു സ്വർഗീയ പ്രവേശനമായിരുന്നു. കർത്താവിനെ ആരാധിക്കുന്ന ജനങ്ങളെ നമുക്കവിടെ കാണാൻ കഴിയും. സിയോൻ പുത്രി, ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ അവന്റെ ശിഷ്യന്മാർ ആദ്യം ഇത് ഗ്രഹിച്ചില്ല. പിന്നീടാണ് അവർക്ക് മനസ്സിലായത് യേശു കർത്താവ് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നത്. ഈ ഒരു വരവിൽ യേശു കർത്താവ് കഴുതക്കുട്ടിയുടെ മുകളിലാണെങ്കിലും ഈ ജനമെല്ലാം ആർപ്പിട്ടപ്പോൾ, ഈ യേശുവിനെ ആർപ്പിട്ടപ്പോൾ കഴുത എത്ര മനോഹരമായിട്ട് തല ഉയർത്തിയാ നടന്നു വന്നത്. ആർക്കും വേണ്ടാതെ കെട്ടിയിരിക്കുന്ന കഴുത വരെയും ഇത്രയും മനുഷ്യർ ആർപ്പിടുകയും മനുഷ്യന്റെ വസ്ത്രമൊക്കെ വിരിച്ച് കഴുതയല്ലേ നടന്നു വന്നത്. യേശു ഒരു കഴുതയുടെ മേളിൽ കയറിയത് കൊണ്ടല്ലേ കഴുതയ്ക്ക് ഇത്രയും അംഗീകാരം കിട്ടിയത്. ഇതുപോലെ കർത്താവിനായിട്ട് നമ്മൾ വേർതിരിഞ്ഞാൽ നമ്മുടെ അകത്ത് കർത്താവായ യേശു ഉണ്ടെങ്കിൽ ഒരു കഴുതയെ പോലെ ആയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കെങ്കിലും നമ്മളെ എതിരേൽക്കുവാൻ അനേകരുണ്ടാകും. പ്രിയമുള്ളവരെ, ഇങ്ങനെ എതിരേൽക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഒരിക്കൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്റെ പേര് ഞാൻ വലുതാക്കും, നിന്റെ പേര് ഞാൻ വലുതാക്കും, നിന്റെ നാമം വലുതാക്കും. നമ്മൾ കർത്താവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി തയ്യാറായാൽ, നമുക്ക് വേണ്ടി യാഗം കഴിച്ച കർത്താവ് തള്ളപ്പെട്ട നമ്മളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന യേശുവിന്റെ സ്നേഹം നമ്മൾ അനുഭവിച്ചേ മതിയാകും. ഒരു കഴുതക്കുട്ടിയെ പോലെ കർത്താവിന് വേണ്ടി ജീവിക്കാൻ കഴിയുമെങ്കിൽ, കർത്താവ് നമ്മുടെ മേളിൽ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ എതിരേൽപ്പാൻ ആളുമുണ്ടെന്ന് തിരിച്ചറിയണം. കർത്താവ് നമ്മുടെ കൂടെയില്ലെങ്കിൽ എല്ലാവരും കൂടി നമ്മളെ അടിച്ചുകൊല്ലും. കർത്താവ് കൂടെയുണ്ടെങ്കിൽ നമുക്ക് ദേവാലയത്തിലേക്ക് പ്രവേശനം ഒക്കെയാണ്, പ്രാർത്ഥനാ ഹാളിലേക്ക് പ്രവേശനം ഒക്കെയാണ്, വീടുകളിലേക്ക് പ്രവേശനം ഒക്കെയാണ്,
നമ്മൾ പോകുന്നിടത്തെല്ലാം പ്രവേശനമൊക്കെയാണ്. കാരണം നമ്മളല്ല, നമ്മളിൽ കർത്താവാണ്, യേശുവാണ് നമ്മെ യാത്രയാക്കുന്നത്, കൊണ്ടുപോകുന്നത്. അവർ എന്നെയല്ല, എൻ്റെ അകത്തെ യേശുവിനെ കാണുള്ളൂ. യേശുവിനെ അവർ കാണുന്നെങ്കിൽ നമ്മുടെ ഭവനങ്ങളിൽ സ്വീകരിക്കും, പ്രാർത്ഥിക്കുവാൻ വേണ്ടി നമ്മളോട് പറയും. അത്ഭുതങ്ങളും അടയാളങ്ങളും അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനും നടത്തുവാനും ദൈവം ഇടയാക്കും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ കർത്താവുണ്ടെങ്കിൽ എൻ്റെ അറിവോ ജ്ഞാനമോ വിവരമോ ഒന്നും നമുക്ക് വേണ്ട, കർത്താവ് മാത്രം മതി. കർത്താവ് ഉണ്ടെങ്കിൽ കഴുതയെ അവർ സ്വീകരിച്ചോ? നമ്മൾ പറയും കർത്താവിനെ സ്വീകരിച്ചെന്ന്. കർത്താവ് കഴുതയുടെ മുകളിലാണ് ഉള്ളത്. അതുകൊണ്ട് കർത്താവിനെ സ്വീകരിച്ചതുപോലെ കഴുതയെ സ്വീകരിച്ചെങ്കിൽ പ്രിയമുള്ളവരെ നമ്മളെ സ്വീകരിക്കാതിരിക്കില്ല. കർത്താവിന്റെ സന്നിധി നമ്മളെ ഏൽപ്പിച്ചെന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, നിന്റെ നാമമഹത്വത്തിനായി തള്ളപ്പെട്ടവരുടെ നടുവിൽ, കൊല്ലുവാൻ വേണ്ടി മാറ്റി നിർത്തിയ അവസ്ഥയുടെ നടുവിൽ എന്നെ ഇത്രയും മാനിക്കുവാൻ നടത്തുവാൻ കഴിയുന്ന നിന്റെ കരം ഞങ്ങളുടെ മേൽ വെച്ച് ഞങ്ങളെ ബലപ്പെടുത്തണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.